KSFDC ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. കാരണം അന്ന് ഒരുപാട് ഇതുപോലെ നമ്മൾ പല കഥകളും കോൺട്രവേഴ്സീസും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് അത് കുറച്ചും കൂടി സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിനുണ്ട്. എനിക്ക് മുമ്പ് വന്ന സ്ത്രീകൾ വളരെ പേഴ്സണലായ ഇഷ്യൂസും റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോൾ ഓവർ ടൈം ഐ തിങ്ക് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഹാവ് ബീൻ സോർട്ടഡ് നൗ. ഇപ്പോൾ ഇത് 5ാമത്തെ സിനിമ 7ാമത്തെ സിനിമ ആവുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫിഗർഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡിലേസ് ഒക്കെയാണ്, ഫണ്ട് വരാൻ വൈകുന്നു, പിന്നെ മൂവാൻ ഒരു കാര്യം നമുക്ക് നടത്തിയെടുക്കണം, ഇന്നൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ അത് അവിടെ നിന്നൊക്കെ അപ്രൂവൽ വേണം, ഒരുപാട് സിഗ്നേച്ചേഴ്സ് വേണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കോൺഫ്ലിക്റ്റ് ആണത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ആണ് എനിക്ക് മേജറായിട്ട് ഡീൽ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു 1.5 വർഷം പോയി, നമുക്ക് VFX ചെയ്യാനായിട്ട് ഒരാളെ അലോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിനും ടെൻഡർ വിളിക്കുക, ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് എടുക്കുക, അതിൽ നിന്ന് ബെസ്റ്റ് പിക്ക് ചെയ്യുക, ലോവസ്റ്റ് കോട്ട് പിക്ക് ചെയ്യുക. അപ്പം അങ്ങനെ യൂഷ്വലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ആളെ നമ്മൾ എടുക്കുന്നു, ബജറ്റ് നോക്കി ഹയർ ചെയ്യുന്നു. പക്ഷെ ഇതിനാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഐ വുഡ് ലൈക്ക് റിയലി സേ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഗ്രാൻഡ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദിസ് ഷുഡ് ഗോ ഓൺ. ആൻഡ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വേറൊരു സ്റ്റേറ്റും ഇപ്പോൾ ഓഫർ ചെയ്യുന്നില്ല. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഇറ്റ് ഹാസ് ഹ്യൂജ് പൊട്ടൻഷ്യൽ. ഇനി ഒരുപാട് സ്ത്രീകളും ഒരുപാട് ദളിത് സംവിധായകരും അവരുടെ ആദ്യത്തെ സിനിമ ഇതിലൂടെ തന്നെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫെസ്റ്റിവൽ പൊട്ടൻഷ്യലൊക്കെ മനസ്സിലായി. നമ്മളാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡ് എന്ന് ഞാൻ പറയുന്നില്ല. നോ, ഐ ഡിഡ്ന്റ് ഹാവ് എനി വൺ. സോ അതും ഉണ്ട് നമുക്കിപ്പോൾ. ഇത് ഞാൻ തന്നെയാണ് അപ്ലൈ ചെയ്തതും ഒക്കെ. യൂഷ്വലി പ്രൊഡക്ഷനിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നിരുന്നു KSFDC. പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടിൽ നിന്ന് എനിക്ക് ഫെസ്റ്റിവൽസിന് അയക്കാനൊക്കെ ഫണ്ട് തന്നിരുന്നു. പക്ഷെ അതിന്റെ ഇരുന്ന് ചെയ്യാന്നുള്ള പ്രോസസ്സ് ഞാൻ തന്നെ ചെയ്തു. എല്ലാം പല ഇതിൽ മെയിൽ അയക്കാൻ. ഇപ്പൊ പലയിടത്തും ഞാൻ മെയിൽ അയച്ചിട്ട് നമുക്ക് ഫീ വേവർ തരാമോ എന്ന് ചോദിച്ച്. കാരണം പലതും വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ എൻട്രി ഫീസ് അടയ്ക്കാൻ ഏറ്റവും പാടാണ്. അപ്പൊ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇരുന്ന് മെയിൽ അയച്ച് ഇങ്ങനെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്, ഫീമെയിൽ സ്റ്റോറിയാണ്, അപ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഫീ വേവർ തന്നിരുന്നു. അപ്പൊ അത് ശരിക്കും പ്രൊഡക്ഷന്റെ കയ്യിൽ നിന്നാണ് യൂഷ്വലി എല്ലായിടത്തും. അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ക്യൂറേറ്റർ കാണും, സെയിൽസ് ഏജന്റ് കാണും. നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയായിരുന്നു എല്ലാം അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു സത്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണ്. പിന്നെ ഷാങ്ഹായും നമ്മൾ IFFK കഴിഞ്ഞിട്ടാണ് പോകുന്നത്. യൂഷ്വലി എല്ലാവരും വേൾഡ് പ്രീമിയർ ഒക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ഫെസ്റ്റിവലുകളിൽ പോകുന്നത്. നമുക്ക് IFFKയിൽ അവാർഡ് കിട്ടി, അത് കഴിഞ്ഞിട്ടാണ് പല ഫെസ്റ്റിവൽസിലും സെലക്ട് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എനിക്ക് തോന്നുന്നു കുറേ ലക്കും ഉണ്ട്. വേറെ പ്ലെയിൻ ലക്ക്, നത്തിങ് എൽസ്. കാരണം നമുക്കറിയാം ഫെസ്റ്റിവൽസ് I have definitely worked. I'm not saying that I didn't work for it. I worked really hard. But it's also, I know people who have worked hard and not reached places. കാരണം പിന്നെ ഈ സിനിമയ്ക്കും ഒരു ചാമുണ്ട്, അതിൻ്റെ ആ 1 ലൈനിന് ഒരു ചാമുണ്ട്. പലപ്പോഴും ആൾക്കാർ മുഴുവൻ സിനിമ കാണില്ല, ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് അവർ പല ഫെസ്റ്റിവൽസും ഇങ്ങനെയാണ്. അപ്പം പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫെസ്റ്റിവൽസിൽ ഇത്രയും എൻട്രീസ് അവർക്ക് വരുന്നുണ്ട്. ഒരു 6000-7000 പടം വരുമ്പോൾ നോബഡി ഈസ് ഗോയിങ് ടു വാച്ച് ചെയ്യില്ല, ചിലത് കാണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിപ്രസി അവാർഡ് നമുക്ക് IFFK കിട്ടി കഴിഞ്ഞിട്ട് മേ ബി ആൾക്കാർ നോക്കുമ്പോൾ ഓക്കെ ഒരു ഫിപ്രസി അവാർഡ് കിട്ടിയ സിനിമയാണ്, അങ്ങനെ കണ്ടിട്ടാണ് പലയിടത്തും സെലക്ട് ആയത്. അപ്പോൾ ഷാങ്ഹായ് തന്നെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന IFFK കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി ഇല്ല. പക്ഷെ സ്റ്റിൽ ഞാൻ അപ്ലൈ ചെയ്യായിരുന്നു. ഞാൻ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഫെസ്റ്റിവൽ കോള് കണ്ട എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ്, നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ I felt it's my responsibility to take it to some place. ഈ സിനിമ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് അതിനെ എത്തിക്കണം എന്നുള്ളത് ഒരു കളക്റ്റീവ് ഒരു ഉത്തരവാദിത്തം എൻ്റെ തലയിലുള്ള പോലെയായിരുന്നു എനിക്ക്.